ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത 3 മാർക്കിന്റെ വരുന്ന ക്വസ്റ്റ്യൻസ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഇതൊന്നും നോക്കാതെ പോകുന്ന ഏരിയ. ദ പ്രിൻസിപ്പൽ റൂൾ ഓഫ് ലോ ആരുടെയാണ്? ഡൈസിയുടെയാണ്. എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പ്രിൻസിപ്പൽ റൂൾ ഓഫ് ലോ ഇസ് എ ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ഫണ്ടമെന്റൽ ആസ്പെക്ട് ഏതാന്ന് ചോദിച്ചാൽ റൂൾ ഓഫ് ലോ ആണ്. ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത്, ഇത് കൊണ്ടുവന്നത് ആരാണ്? എ.വി. ഡൈസിയാണ്. ഇനി which doctrine in administrative law ensures that administrative actions are subject to the scrutiny by the courts? കോടതിയുടെ സ്ക്രൂട്ടിനിക്ക് വെക്കുന്നപ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ പ്രകാരം ഏതെങ്കിലും കാര്യങ്ങൾ അൾട്രാ വൈറസ് ആയിട്ട് പോകുമ്പോൾ, ബിയോണ്ട് ദ പവറിലേക്ക് പോകുമ്പോഴാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് പ്രകാരം കോടതിയുടെ സ്ക്രൂട്ടിനിയിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ പവറിന് ബിയോണ്ട് ആയിട്ട് വന്നിരിക്കുന്ന പവറിനേക്കാൾ കൂടുതൽ ചെയ്യുമ്പോഴാണ് കോടതിയുടെ സ്ക്രൂട്ടിനിയിലേക്ക് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് നമുക്കൊരു മാക്സിം നോക്കാം. ലാറ്റിൻ മാക്സിം ഓഡി ഓൾട്രം പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹിയർ ദ അതർ സൈഡ്, മറ്റേ വ്യക്തിയെ കൂടെ. എ എന്ന് പറയുന്ന വ്യക്തിയുടെ കേസ് എടുക്കുമ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തിയുടെ കേസ് കൂടെ കേൾക്കണം. അപ്പൊ അയാൾക്ക് പറയാനുള്ളതും വാദിയും പ്രതിയും പറയുന്നത് കേൾക്കണം. സോ നോ പേഴ്സൺ, അതിന്റെ മീനിങ് എന്താണ്? നോ പേഴ്സൺ ഷുഡ് ബി കണ്ടം അൺഹേർഡ്. ആരെയും കേൾക്കാതെ വിടരുത്. അടുത്ത് നമുക്കൊരു റിട്ട് നോക്കാം. റിട്ട് ഓഫ് സെർഷ്യോററി. നമ്മൾ 5 ടൈപ്പ് ഓഫ് റിട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയതാണ്. സോ റിട്ട് ഓഫ് സെർഷ്യറി എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു സുപ്പീരിയർ കോർട്ട് ടു എ സബോർഡിനേറ്റ് കോർട്ട് ഓർ ട്രിബ്യൂണൽ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും റിട്ട് ഓഫ് സെർഷ്യോററി ഇഷ്യൂ ചെയ്യുന്നത്? ക്വാഷ് ആൻ ഓർഡർ ഓൾറെഡി പാസ്ഡ് ബൈ. ഒരു കോടതി മറ്റൊരു കോടതിയിലേക്ക് സെർഷ്യോററി ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രിബ്യൂണലിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്, അതായത് ആ അധികാര പരിധിയിൽ ശരിയായി വരാത്തതുകൊണ്ടാണ് ആ ഓർഡർ ക്വാഷ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുന്നത്. ഇനി വിച്ച് ബോഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ അഡ്ജുഡിക്കേറ്റിംഗ് ദ ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് പബ്ലിക് അഫയേഴ്സ്. പബ്ലിക് അഫയേഴ്സിന്റെ കാര്യം അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നതിന് അത്തരം കേസുകൾ, അത്തരം വഴക്കുകൾ ഏത് ബോഡിയാണ് ഡീൽ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പബ്ലിക് അഫയേഴ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. അതിൽ വരുന്ന പ്രശ്നങ്ങൾ, വഴക്കുകൾ എല്ലാം തീർക്കുന്നത് ട്രിബ്യൂണലാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അതിന് മെമ്പേഴ്സ്, അതായത് റിട്ടയർ ചെയ്ത് വരുന്ന ജഡ്ജായിട്ടുള്ള മെമ്പേഴ്സിനെയാണ് അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിവിഷൻ, ഷോർട്ട് റിവിഷൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.